ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിൽ കഴിയുന്ന കുറ്റാരോപിതനായ വ്യക്തിയാണ് വിചാരണത്തടവുകാരൻ. അയാളുടെ സാഹചര്യം ശിക്ഷ വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന ഒരു കുറ്റവാളിയുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. ക്രിമിനൽ നടപടി നിയമസംഹിതയിലോ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിലോ ചോദ്യത്തിൽ പറയുന്ന സാഹചര്യത്തെപ്പറ്റി നേരിട്ട് പരാമർശിക്കുന്ന പ്രത്യേക വകുപ്പുകളില്ല. കോടതിയുടെ കസ്റ്റഡിയാണ് ജുഡീഷ്യൽ കസ്റ്റഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ജയിലിലേക്ക് അയക്കുന്ന കുറ്റാരോപിതരുടെ മേൽ കോടതിക്ക് നിയന്ത്രണമുണ്ടായിരിക്കും. കുറ്റാരോപിതരെ ജയിലിലേക്ക് അയക്കുന്ന ജഡ്ജിക്ക് അഥവാ മജിസ്ട്രേറ്റിന് കുറ്റാരോപിതരുടെ ചികിത്സയുൾപ്പെടെയുള്ള വ്യക്തിപരമായ ആവശ്യങ്ങളെ സംബന്ധിച്ച് ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശങ്ങൾ നൽകാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വിചാരണത്തടവുകാരുടെ എല്ലാവിധ ക്ഷേമത്തിനും ഉന്നമനത്തിനും എപ്പോഴും അനുഭാവപൂർണമായ സമീപനമാണ് പുലർത്തിവരുന്നത്. വിചാരണത്തടവുകാർ ആത്മഹത്യ ചെയ്യുന്ന കേസുകളിൽ CRPCയുടെ 176 വകുപ്പ് അഥവാ BNSSന്റെ 196 വകുപ്പ് പ്രകാരം പോലീസ് അന്വേഷണവും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അന്വേഷണവും കൂടാതെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തണം എന്നുള്ള വ്യവസ്ഥ ഇതിന് ഉത്തമ ഉദാഹരണമാണ്. വിചാരണത്തടവുകാരനായ ഒരാളെ ജയിലിലേക്ക് അയക്കുന്ന ജഡ്ജി അല്ലെങ്കിൽ മജിസ്ട്രേറ്റാണ് ആ തടവുകാരന്റെ അമ്മയുടെയോ മറ്റൊരു അടുത്ത ബന്ധുവിന്റെയോ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള അയാളുടെ അപേക്ഷയിന്മേൽ അനുവാദം കൊടുക്കേണ്ടത്. ഇത്തരത്തിൽ 1-2 മണിക്കൂർ നേരത്തേക്കുള്ള സന്ദർശനം പോലീസിന്റെ മുഴുവൻ സമയ നിയന്ത്രണത്തിൽ തടവുകാരന് അനുവദിക്കാവുന്നതാണ്. ഇതിനായുള്ള യാത്രയുൾപ്പെടെയുള്ള എല്ലാ ക്രമീകരണങ്ങളുടെ ചെലവും പ്രസ്തുത തടവുകാരനാണ് വഹിക്കേണ്ടത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു കുറ്റാരോപിതന്റെ ന്യായമായ അത്തരം അപേക്ഷ അനുവദിച്ചു കൊടുക്കുന്നതിൽ നിയമപരമായി യാതൊരു തടസ്സവുമില്ല. എന്നിരുന്നാലും ഇത്തരം തീരുമാനങ്ങൾ എഴുതപ്പെട്ട നിയമങ്ങളിൽ സാധാരണ കാണപ്പെടുന്നില്ല. നിയന്ത്രിക്കാനാകാത്ത ക്രമസമാധാന പ്രശ്നങ്ങളുള്ള ചില അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ വിചാരണത്തടവുകാരുടെ അടുത്ത ബന്ധുവിന്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാനുള്ള അപേക്ഷകൾ നിരസിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുന്നുള്ളൂ. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.